മേലാത്ത സന്ദേശങ്ങളെ ഈ വഴിക്കൂടിയ തെളിവാക്കി കടക്കരുത്. ഇഷ്ക് കൊണ്ട് മദ്ഹ് പാടി മദീന തേടും പാവി ഇല്ല നബിയേ നിലങ്കല്ലാതൊരാശ്രയവേദി. ഇഷ്ക് കൊണ്ട് മദ്ഹ് പാടി മദീന തേടും പാവി ഇല്ല നബിയേ നിലങ്കല്ലാതൊരാശ്രയവേദി. ഇഷ്ടമാനബിയേ നഷ്ടം ഇല്ല ഈ പ്രണയത്തിലൊട്ടും. ഇഹപര വിജയം ഇറയോൻ നൽകിടും ഈ പ്രണയനേട്ടം. ഇവനിലൊരു കൊതിയെ നിലവിൽ കാണണം നബിയേ. ഇവനിലൊരു കൊതിയെ നിലവിൽ കാണണം നബിയേ. فلم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب. محمد മുത്തിലും മുത്തായ നബിയെ കാണണം നീ കണ്ടിൽ. മുത്തണം തിരുമുസ്തഫ നബി കരമിലൊന്ന് നേരിൽ. ഉപ്പക്കുൽ ഹദ്റാഇൻ ചാരി വന്നിടുന്നൊരു നാടിൽ. ഹുബ്ബിനാൽ തിരുമദ്ഹ് പാടി ലയിക്കണം ആ മണ്ണിൽ. ചിത്തിരം റൗള ശരീഫിൻ ചിത്തമിൽ നിറചിത്രം. ചിന്തയിന്നിൽ സീദി നബി നൂറൊളി ഗുരുമാത്രം. നിത്യസത്യദൂതരെ തേടുന്നു എൻ്റെ നേത്രം. നിറയുമെങ്കിസരങ്ങളാറ്റും മദ്ഹിൻ പാനപാത്രം. يا رسول الله أنت لي صباح صدوري. മേലാഘോഷത്തിന്റെ ഭാഗമായി കേരളം സെൻട്രൽ കമ്മിറ്റി സംഘടിപ്പിച്ച മൻഹജ് ബദ്രിയിൽ നിന്നും ആരംഭിച്ച ബക്രവേളിൽ സമാപിക്കുന്ന അതിമനോഹരമായ മേലാദ് സന്ദേശ റാലിയാണ് ഈ വഴിസ്ഥാനിയെ ധന്യമാക്കി കടന്നു വരുന്നത്.
ആശീർവദിക്കുക, അനുമോദിക്കുക. ആ സംഭവത്തിൽ أجمل خير الفريقين ആരംഭ പോവായ سعادتي محو الشقوات يا خير رسل الله عليك دائما صلى الله മീലാദ് വന്നെത്തി ഞങ്ങൾക്ക് സന്തോഷം വന്നെത്തി കൊണ്ട് മദ്ഹ് പാടി മദീന തേടും പാവി ഇല്ല നബിയേ നിലങ്കല്ലാതൊരാശ്രയവേദി ഇഷ്ക് കൊണ്ട് മദ്ഹ് പാടി മദീന തേടും പാവി ഇല്ല നബിയേ നിലങ്കല്ലാതൊരാശ്രയവേദി ഇഷ്ടമാനബിയേ നഷ്ടം ഇല്ല ഈ പ്രണയത്തിലൊട്ടും ഇഹപര വിജയം ഇറയോൻ നൽകിടും ഈ പ്രണയനീട്ടം ഇവനിലൊരു കൊതിയെ നിലവിൽ കാണണം നബിയേ ഇവനിലൊരു കൊതിയെ നിലവിൽ കാണണം നബിയേ ആ ആ ആ മുത്തിലും മുത്തായ നബിയെ കാണണം നീ കണ്ണു الصدور طلع البدر علينا من ثنيات الوداع وجب الشكر കാട്ടറുബികളെ കാരുണ്യം കൊണ്ട് കഴുത്തും ചാർത്തി കാലം പതിച്ച കാലം കാത്തോർത്ത കാലത്തിന്റെ കാലാധിപൻ കണിഞ്ഞേകിയ മീലാദാഘോഷത്തിന്റെ ഭാഗമായി കേരള മുസ്ലിം സമാജ് ഇന്റർവെൽ സർക്കിൾ കമ്മിറ്റി അണിയിച്ചൊരുക്കുന്ന മീലാദ് സന്ദേശ റാലിയാണ് ഈ വഴിപ്പാടിയെ ധന്യമാക്കി കൊണ്ടുവരുന്നത്. മുത്തണം തിരുമുസ്തഫ നബി കരമിലൊന്ന് നേരിൽ ഉപ്പത്തുൽ ഹൽറാഇൻ ചാരി വന്നിടുന്നൊരു നാടിൽ ഉപ്പിനാൽ തിരുമദ്ഹ് പാടിലയിക്കണം ആ മണ്ണിൽ ചിത്തിരം റൗള ശരീഫിൻ ചിത്തമിൽ നിറചിത്രം ചിന്തയിന്നിൽ സീദീ നബി നൂറൊളി ഗുരുമാത്രം നിത്യസത്യദൂതരെ തേടുന്നു എൻ്റെ നേത്രം നിറയുമെൻ്റെ സരങ്ങളാറ്റും മദ്ഹിൻ പാനപാത്രം يسعد يا كريم الوالدين
حوضك صافي المبرد يا رسول الله بردنا يوم النشور يا حبيب الله مرحبا يا نور عيني مرحبا جد الحسين مرحبا أهلا وسهلا يا رسول الله مرحبا يا خير داعي يا رسول ആഘോഷത്തിന്റെ ഭാഗമായി കേരള മുസ്ലിം ജമാഅത്ത് ഡോക്ടർവിൽ സർക്കിൾ കമ്മിറ്റി അണിയിച്ചൊരുക്കുന്ന സ്നേഹറാലിയാണ് ഈ വഴിത്താക്കിയെ ധന്യമാക്കി കണ്ടെത്തുന്നത്. ആശീർവദിക്കുക, അനുമോദിക്കുക പ്രിയമുള്ളവരെ. صاحب البراق والرفرف الأعلى رسول الله صلوات تحيات عليه سلام بدا بدر هدى نوريت في نار الكفر فلما بدا في تنادين الهدى والسلام يا حبيب سلام عليكم يا رسول الله أنت مصباح الصدور يا حبيب الله مرحبا يا رسول الله അജ്ഞതയുടെ അടലേക്ക് സഞ്ചരിച്ച അറേബ്യൻ ജനതയെ വിശ്വാസത്തിന്റെ സുഹൃത്തുക്കളുടെ രാജകീയ പാതയിലേക്ക് കൈപ്പിടിച്ച് നയിച്ച മക്കയുടെ മണ്ണിലാരണ്യത്തെ മാനസമായി ഇന്നും മാനവരാശിയുടെ ദിവസത്തിന്റെ നിലപാടെ അടിവരയിറങ്ങിയ മതീയ മണമാണ് മനുഷ്യത്വത്തിന്റെ മഹനീയ മാതൃക മായത്തിലേക്ക് എത്തിച്ച മദീന മുതലയെ ആദ്യമെന്ന മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹനീയ മാതൃക മാനവത ചേർക്കാൻ തയ്യാറാണെന്ന ഉദ്യോഗസ്ഥരെ പ്രഖ്യാപിച്ച അസ്സലാമു അലൈക്കും സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
الصلاة والسلام على أشرف المرسلين وآل كل وصحابة أجمعين أما بعد. പ്രിയപ്പെട്ട കേരള മുസ്ലിം ജമാഅത്തിൻ്റെയും SYSൻ്റെയും SSFൻ്റെയും ബാക്രബയിൽ സർക്കിൾ കമ്മിറ്റിയുടെ നേതാക്കളെ, യൂണിറ്റിലെ പ്രവർത്തകരെ, ഒരുമിച്ചുകൂടിയ വിശ്വാസികളെ, ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളെ, ഇതര മതസുഹൃത്തുക്കൾക്ക് പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൻ്റെ 1000 ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ലോകഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1489 ജന്മദിനത്തോടനുബന്ധിച്ച് SYS കേരള മുസ്ലിം ജമാഅത്ത് SSF ബാക്രബയിൽ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ബദിമാലയിൽ നിന്ന് മൻഹജ് മഹത്തായ സ്ഥാപനത്തിൽ നിന്ന് ആരംഭിച്ചിട്ടുള്ള മീലാദ് റാലിയാണ് ഈ ബാക്രബയിൽ ജംഗ്ഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ലോകത്ത് പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശങ്ങളും അവിടുത്തെ അവദാനങ്ങളും ഇന്ന് ലോകത്തെമ്പാടും ലോക ജനതയ്ക്ക് മുഴുവനും ശാന്തിയുടെയും സമാധാനത്തിന്റെയും പ്രതീകമായി മുത്തുനബി കടന്നു വന്നിട്ടുള്ള ആ ഒരു ജന്മദിനത്തെ ലോകമെമ്പാടും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും അവരുടെ ദർശനത്തെക്കുറിച്ചും ലോകത്ത് അറിയാത്ത ആളുകളില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവും ദർശനവും ഈ ലോകത്തുള്ള സർവ്വ ജനങ്ങൾക്കും ശാന്തിയും സമാധാനവും നൽകുന്നതായിരുന്നു. 6-ാം നൂറ്റാണ്ടിൽ അറേബ്യയുടെ മക്ക എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് ഈ മനുഷ്യ സമൂഹത്തിന്റെ നവോത്ഥാനത്തിന് വേണ്ടിയും മനുഷ്യ സമൂഹത്തിന്റെ വിമോചനത്തിന് വേണ്ടിയും കടന്നു വന്നിട്ടുള്ള പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് 1400 വർഷങ്ങൾ പിന്നിട്ടിട്ടും ആ പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇന്നും ലോകം വാഴ്ത്തുകയും ലോകത്ത് അവരുടെ ജന്മദിനം മറ്റൊരാളുടെയും ജന്മദിനം ആഘോഷിക്കുന്നതിനേക്കാളേറെ പ്രൗഢിയോടെയും മഹത്വമായും ആ ജന്മദിനത്തെ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവും ദർശനവും ഈ സമൂഹത്തിന് നൽകിയ വലിയ ഒരു സന്ദേശമായിരുന്നു. എന്തായിരുന്നു പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം? 40 കൊല്ലക്കാലം മക്ക എന്ന് പറയുന്ന പ്രദേശത്ത് ജീവിക്കുകയും എല്ലാ മനുഷ്യരോടും സ്നേഹത്തോടെയും സമാധാനത്തോടെയും ശാന്തിയോടുകൂടെയും പെരുമാറിയ ഒരു പ്രവാചകരായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതുവരെ ജാതിയുടെയോ മതത്തിന്റെയോ വർണ്ണത്തിന്റെയോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഐക്യത്തിന്റെയും ഏകത്വത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം പഠിപ്പിക്കുകയായിരുന്നു. ഒരിക്കൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും അടുത്ത അരുമ ശിഷ്യനും മദീനത്തെ പള്ളിയിലെ മുഅദ്ദിനായിരുന്ന ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു, ആ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനെ അബൂദർ റളിയല്ലാഹു അൻഹു ഒരു സമയത്ത് വിളിച്ചു, യബ്നു സൗദ, കറുത്തവന്റെ മകനെ എന്ന് വിളിച്ചപ്പോൾ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ വിഷമമാവുകയും ആ വേദന പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിൽ ചെന്നുകൊണ്ട് എന്നെ അബൂദർ യബ്നു സൗദ, കറുത്തവന്റെ മകനെ എന്ന് വിളിച്ചു നബിയെ എന്ന് സങ്കടം പറഞ്ഞപ്പോൾ ഉടനെ ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂദർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തുകയും, യാ അബൂദർ, നിന്റെ ജാഹിലിയ കാലഘട്ടത്തെ, നിങ്ങളുടെ ജാഹിലിയ ആ വിവേകമില്ലാത്ത വിവരമില്ലാത്ത കാലഘട്ടത്തിലെ ആ പെരുമാറ്റത്തെക്കുറിച്ച്, ആ വിഷയത്തെക്കുറിച്ച്, സ്വഭാവത്തെക്കുറിച്ച് നിങ്ങൾക്ക് മാറ്റമുണ്ടായില്ലേ എന്ന് ചോദിച്ച സംഭവം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ദർശനമായി നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് കടന്നു വരുന്ന ഏതൊരാളെയും സ്വീകരിക്കുകയും സ്നേഹത്തോടെയും സൗമ്യതയോടെയും പെരുമാറുന്ന ഒരു നേതൃത്വമായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
മാത്രമല്ല ഈ സമൂഹത്തിലെ എല്ലാ മനുഷ്യർക്കും മനുഷ്യത്വത്തിന് വില കൽപ്പിച്ചുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരികയായിരുന്നു. സ്ത്രീ സമൂഹത്തിന് ജീവിക്കാൻ പോലും അവകാശമില്ലാത്ത ഒരു കാലമായിരുന്നു. ജനിച്ചത് പെൺകുട്ടിയായാൽ ആ പെൺകുട്ടിയെ ജീവനോടെ കുടിയെടുത്ത് കുടിച്ചു മൂടുന്ന ഒരു കാലഘട്ടത്തിലാണ് സ്ത്രീ വിമോചനത്തിന്റെ നേതാവായി പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്നത്. ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ സമകാലീന ചരിത്ര സംഭവത്തിൽ നമ്മുടെ കേരളത്തിലെ കലാകാരന്മാരെ കുറിച്ച്, സിനിമാ നടിമാരെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ നമ്മുടെ കേരളത്തെ മുഴുവനും നാണിപ്പിക്കുന്ന രൂപത്തിൽ സാംസ്കാരിക നേതാക്കളാണെന്ന് സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്ന ആളുകളുടെ മണിയറകൾ എത്ര മലീമസമാണെന്ന് നമ്മൾ കാണുന്ന സമയത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദർശനത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പെണ്ണ് എന്ന് പറയുന്നത് സമൂഹത്തിൽ പൊന്നുപോലെ കാത്തു ശിക്ഷിക്കേണ്ട ഒരു സമൂഹമാണ്. മാത്രമല്ല, പെണ്ണിന് എല്ലാ സൗകര്യങ്ങളും അവൾക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും നൽകുകയും ആ പെണ്ണിന് കൃത്യമായ ഹിജാബുകൾ നൽകിക്കൊണ്ട് അവരുടെ ജീവിതം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മഹത്തായ സന്ദേശം ലോകത്ത് വിളിച്ചു പറഞ്ഞതും അതിവിടെ പഠിപ്പിച്ചതും പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. ഫെമിനിസം വാദിക്കുന്നവരും സ്ത്രീകൾക്ക് സമത്വം വേണമെന്ന് പറയുന്നവരും സ്ത്രീ സമത്വം വാദിക്കുന്നവരെല്ലാം ഇന്ന് ലോകത്ത് നമ്മുടെ കേരളത്തിൽ വായടച്ചു നിൽക്കുന്ന ഒരു സമയമാണ്. സിനിമാ നടിമാർക്ക് ഇത്തരം പീഡനങ്ങൾക്ക് ഇരയാകേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിൽ പോലും ഇസ്ലാമിക ദർശനങ്ങൾ ചൂണ്ടിക്കാണിച്ച ആശയങ്ങളാണ് ലോകത്തിന്റെ മുന്നിൽ ഇന്ന് എല്ലാ ജനങ്ങളും വിഭാവനം ചെയ്യുന്നത്. കാരണം സ്ത്രീയുടെ സുരക്ഷയും സ്ത്രീകൾക്ക് സമത്വവും സ്ത്രീകൾക്ക് ആവശ്യമായ ജീവിത മാർഗവും ഇസ്ലാം വളരെ വ്യക്തമായി വകവെച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ഏറ്റവും സ്ത്രീ വിമോചകനായി ലോകത്ത് കടന്നു വന്നിട്ടുള്ളത് മഹാനായ പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. അങ്ങനെ സ്ത്രീകൾക്ക് ജീവിതം നിഷേധിക്കപ്പെട്ട ഒരു കാലഘട്ടത്ത് ജീവിക്കാനുള്ള അവകാശം നൽകിയെന്ന് മാത്രമല്ല, ആ സ്ത്രീകൾക്ക് പിതാവിന്റെ സ്വത്തവകാശം പോലും വെച്ചുകൊടുത്തുകൊണ്ട് ഈ സമൂഹത്തിലെ സ്ത്രീകളെ ഏറ്റവും ഉന്നതങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നതിന്റെ ഏറ്റവും വലിയ വിമോചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. മാത്രമല്ല, പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവും ദർശനവും നമുക്ക് പരിശോധിച്ചു നോക്കിയാൽ ഇന്ന് നിങ്ങൾ നോക്ക്, ലോകത്ത് എത്രയെത്ര വലിയ രാജാക്കന്മാർ കടന്നുപോയി, ഭരണാധികാരികൾ കടന്നുപോയി. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മാത്രമല്ല, ദശകങ്ങൾക്ക് മുമ്പ്, ഒരു 10-20 കൊല്ലങ്ങൾക്ക് മുമ്പ് പോലും ജീവിച്ച് മരിച്ചുപോയ ഭരണാധികാരികളുടെ പൂർണ്ണ ചരിത്രം ചോദിച്ചാൽ പോലും ഇന്ന് നമ്മുടെ മുന്നിൽ ലഭ്യമല്ലാത്ത കാലഘട്ടത്ത് പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം, ആ ജീവിതം വളരെ വ്യക്തമാണ്. പ്രവാചകരുടെ പിതാവാരാണ്, പിതാവിന്റെ പിതാവാരാണ്, അങ്ങനെ വലിയ തലമുറ, ആ പരമ്പരയെ കുറിച്ചും പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയെ കുറിച്ചും അവരുടെ പരമ്പരയും അതുപോലെ തന്നെ അവിടുത്തെ ജീവിതത്തെ കുറിച്ച്, അവിടുത്തെ കൃത്യമായ ഓരോ പ്രായത്തെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ച്, ശരീരത്തെക്കുറിച്ച്, അവരുടെ ശരീരഭാവങ്ങളെ കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ചരിത്രം തന്നെ ഏറ്റവും വലിയ ഒരു വിജ്ഞാനശാഖയായി ലോകത്ത് നിലകൊള്ളുന്നു എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു നേതാവിനെ നമുക്ക് ലോകത്ത് കാണാൻ സാധ്യമല്ല. ആ നിലക്ക് ചരിത്രത്തിൽ എല്ലാ നിലക്കും അടയാളപ്പെടുത്തിയിട്ടുള്ള, ഇന്നും ലോകത്ത് കോടാനക്കോടി വിശ്വാസികൾ അവരുടെ കണ്ണിന്റെ കൃഷ്ണമണിയെ പോലെ ഹൃദയത്തിന്റെ തുടിപ്പായി കാത്തു സൂക്ഷിക്കുന്ന പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശമാണ് കൈമാറിയിട്ടുള്ളത്. പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, അക്രിം നിന്റെ അയൽവാസി, നിന്റെ വീടിന്റെ അപ്പുറത്തും ഇപ്പുറത്തും മുന്നിലും പിന്നിലും നിൽക്കുന്നവൻ അവൻ ഒരു മുസ്ലിം അല്ലാത്ത ആളാണെങ്കിൽ പോലും അവനെ നീ ബഹുമാനിക്കണം, അവനെ നീ സ്നേഹിക്കണം, അവനോട് നീ നീതി പുലർത്തണമെന്ന് പഠിപ്പിച്ച ഒരേ ഒരു മതം, ഒരേ ഒരു നേതൃത്വം മഹാനായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്.
ഈ നിലയ്ക്ക് ലോകത്ത് നമുക്ക് നോക്കിയാൽ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഏറ്റവും വലിയ സന്ദേശമാണ് പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈമാറിയിട്ടുള്ളത്. എല്ലാ മതക്കാരെയും സ്നേഹിക്കുവാനും ഒരുപോലെ അവരെ ആദരിക്കുവാനും ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു. പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഗ്രന്ഥമാണ് ഖുർആൻ ഷരീഫ്. ആ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പ്രവാചകരോട് പഠിപ്പിച്ച വലിയ ദർശനമുണ്ട്. നിങ്ങൾ അല്ലാത്ത, മുസ്ലിം അല്ലാത്ത അഥവാ അള്ളാഹുവിനെ അല്ലാത്ത ആരാധിക്കുന്ന എത്രയോ ജനങ്ങൾ ലോകത്തുണ്ടാകും. അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കുന്ന വ്യക്തികൾ, അവർ ആരാധിക്കപ്പെടുന്ന ദൈവങ്ങളെ നിങ്ങൾ ചീത്ത പറയരുത്, നിങ്ങൾ ആക്ഷേപിക്കരുത്. അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കുന്ന ഒരൊറ്റ ആരാധ്യ വസ്തുക്കളെയും നിങ്ങൾ നിന്ദിക്കരുതെന്ന് പഠിപ്പിച്ചിട്ടുള്ള മതമാണ് പരിശുദ്ധ ഇസ്ലാം. എല്ലാ ജനങ്ങളോടും എല്ലാ മനുഷ്യരോടും പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സന്ദേശമാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഒരവസരത്തിൽ പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശിഷ്യന്മാർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജനാസ, ഒരു മയ്യത്ത് കൊണ്ടുപോകുന്നുണ്ട്, ഒരു ജഡം കൊണ്ടുപോവുകയാണ്. ആ ജഡം കൊണ്ടുപോകുമ്പോൾ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് നിന്നു. അത് മുസ്ലിം അല്ലാത്ത അഥവാ ഒരു മുസ്ലിം അല്ലാത്ത മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു മനുഷ്യന്റെ ജഡമായിരുന്നു കൊണ്ടുപോകുന്നത്. ആ സമയത്ത് പ്രവാചകർ എഴുന്നേറ്റ് അതിനെ ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, അല്ലയോ പ്രവാചകരെ, നിങ്ങൾ എന്തിനാണ് എഴുന്നേറ്റ് നിന്നത്? അതൊരു മുസ്ലിം അല്ലാത്ത മറ്റു മതത്തിൽപ്പെട്ട ഒരാളുടെ ജഡമല്ലേ കൊണ്ടുപോകുന്നത്? ആ സമയത്ത് സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സമത്വത്തിന്റെയും നേതാവായി കടന്നു വന്നിട്ടുള്ള പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തേക്ക് നൽകിയ സന്ദേശം അത് ഒരു മറ്റു മതത്തിൽപ്പെട്ടയാളാണെങ്കിലും അതൊരു മനുഷ്യനാണ്, അതൊരു മനുഷ്യനാണ്. മനുഷ്യനിക്ക് വിലയുണ്ട്, മനുഷ്യനെ ബഹുമാനിക്കണം, മനുഷ്യത്വം അത് ബഹുമാനിക്കപ്പെടേണ്ടതാണെന്ന് പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമൂഹത്തിന് നൽകിയ ഏറ്റവും വലിയ സ്നേഹത്തിന്റെ സൗഹാർദ്ദത്തിന്റെ സന്ദേശമായിരുന്നു. ഈ രൂപത്തിൽ ലോകത്തേക്ക് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം കൈമാറിക്കൊണ്ടാണ് പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയിട്ടുള്ള സന്ദേശം അതാണ്. ഒരവസരത്തിൽ പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് ഒരു ശിഷ്യൻ ഒരു ചെറിയ പക്ഷിക്കുഞ്ഞിനെ കൊണ്ടുവന്നു. ആ പക്ഷിക്കുഞ്ഞിനെ തന്റെ ഉമ്മയുടെ കൂടെ നിന്നുകൊണ്ട് ജീവിക്കേണ്ട പ്രായത്തിലാണ് ആ പക്ഷിക്കുഞ്ഞിനെ കൊണ്ടുവന്ന് പ്രവാചകരുടെ സമീപത്തേക്ക് കൊണ്ടുവന്നത്. ഇത് കണ്ടപ്പോൾ പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദേഷ്യപ്പെട്ടു, ചോദിച്ചു, ആരാണ് ഈ പക്ഷിക്കുഞ്ഞിനെ കൊണ്ടുവന്നത്? സ്വഹാബത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, ഞാനാണ്. നിങ്ങൾ എന്തിനാണ് കൊണ്ടുവന്നത്? ഈ ചെറിയ പക്ഷിക്കുഞ്ഞിനെ ഉമ്മയിൽ നിന്ന് വേറിട്ട് നിൽക്ക് ജീവിക്കാൻ പറ്റാത്ത ഈ കുഞ്ഞിനെ ഉമ്മയിൽ നിന്ന് എന്തിനാണ് നിങ്ങൾ വേർപിരിത്തിയത്? അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഈ കുഞ്ഞിനെ കൊണ്ടുപോയി ഇതിന്റെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയി ആക്കണമെന്ന് പ്രവാചകർ ആ ശിഷ്യനോട് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യരോട് മാത്രമല്ല മനുഷ്യേതര ജീവികളോടും പ്രവാചകർ മുഹമ്മദ് നബി കാണിച്ചിട്ടുള്ള കാരുണ്യം, ആ ഒരു മഹത്തായ കാരുണ്യത്തിന്റെ ഉദാത്തമാണ് നമ്മോട് പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ തീ കത്തിക്കുന്ന സമയത്ത്, അടുപ്പിൽ തീ കത്തിക്കുന്ന സമയത്ത്, നിങ്ങൾ വിറകുകൾ അടുപ്പിലേക്ക് വെക്കുന്ന സമയത്ത് ആ വിറകുകളെ എടുത്ത് ഒന്ന് കുടഞ്ഞുകൊണ്ട് നിങ്ങൾ വിറകുകൾ അടുപ്പിലേക്ക് വെക്കണം. കാരണം ആ വിറകിന്റെ അകത്തളങ്ങളിൽ ഉറുമ്പുകളോ ചിതലുകളോ പോയി ഇരിക്കുന്നുണ്ടാകും. അതിനെ നിങ്ങൾ കൊന്നുകളയരുത്, കരിച്ചു കളയരുത്. അതുകൊണ്ട് വിറകുകൾ നിങ്ങൾ അടുപ്പിലേക്ക് വെക്കുന്ന സമയത്ത് പോലും അതിനെ കുടഞ്ഞുകൊണ്ട് വെക്കണമെന്ന് ആ ഉറുമ്പിനോടും ചിതലുകളോട് പോലും കാരുണ്യം കാണിച്ചിട്ടുള്ള പ്രവാചകർ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഇത്രയും കാരുണ്യം, ഇത്രയും വലിയ സന്ദേശം, ഇത്രയും വലിയ സ്നേഹം ലോകത്തെ കാണിക്കാനുണ്ടായ കാരണം വിശുദ്ധ ഖുർആൻ പറയുന്നു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഓ പ്രവാചകരെ, അങ്ങ് ഈ ലോകത്തേക്ക് മുഴുവനും കാരുണ്യമായിട്ടാണ് നമ്മൾ അയച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ കാരുണ്യത്തിന്റെ, സ്നേഹത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ സന്ദേശം പഠിപ്പിച്ചിട്ടുള്ള ഒരു നേതാവാണ് പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ പ്രവാചകരുടെ ജീവിതം അത് സ്നേഹത്തിന്റെ ജീവിതമാണ്, സന്തോഷത്തിന്റെ ജീവിതമാണ്, സമാധാനത്തിന്റെ ജീവിതമാണ്. ഒരിക്കൽ പോലും അവിടുത്തെ ജീവിതത്തിൽ ഒരാളെയും
ആക്രമിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. മറിച്ച് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹത്തിന്റെ സന്ദേശം അത്രയും വലിയ മാതൃകയായിരുന്നു എന്ന് ലോകത്തെ എല്ലാ ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ലോകത്തെ എല്ലാവരും അത് പ്രശംസിച്ചിട്ടുള്ള കാര്യമാണ്. ആ വലിയ പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനമാണ് വിശുദ്ധമായ റബീഉൽ അവ്വലിൽ നടക്കുന്നത്. റബീഉൽ അവ്വൽ 12 പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചിട്ടുള്ള ദിവസമാണ്. ആ ദിവസം മാത്രമല്ല, ഈ മാസം മുഴുവനും വിശ്വാസികൾ ലോകമെമ്പാടും അതിനെ വലിയ ആവേശമായി കൊണ്ടാടുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് കേരള മുസ്ലിം ജമാഅത്ത്, SYS, SSF ബാക്രബയിൽ സർക്കിൾ കമ്മിറ്റി ഈ മഹത്തായ മീലാദ് റാലി ബദിമാലെ മൻഹജ് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ഈ ജംഗ്ഷനിലേക്ക് ഇവിടെ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. എല്ലാവർക്കും പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിന ആശംസകൾ ഒന്നുകൂടി നേർന്നുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. SYSന്റെ സാന്ത്വനം വളണ്ടിയേഴ്സ് വയനാട്ടിൽ പോവുകയും ദിവസങ്ങളോളം അവിടെ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള 6 നമ്മുടെ വളണ്ടിയേഴ്സിനെ ഈ വേദിയിൽ വെച്ച് ആദരിക്കുന്നു. അബ്ബാസ് ഗുണ്ടിയൂർ, അബ്ദുറഹ്മാൻ DO പാത്തൂർ, ഹസൈനാർ പാത്തൂർ, ഹുസൈനാർ പാത്തൂർ, ഷമീർ ഹാജി പാത്തൂർ, ഷെരീഫ് മുസ്ലിയാർ ബുൾമാർ, ഇവരെ SYS ബാക്രബയിൽ സർക്കിളിൻ്റെ വകയായി ആദരിക്കുകയാണ്. സ്നേഹാദരവ് നൽകാൻ വേണ്ടി കേരള മുസ്ലിം ജമാഅത്ത് നേതാക്കൾ, മഞ്ചേശ്വരം മേഖല സമസ്ത മുഷാവറ നേതാക്കൾ ഉമർ ഹാജി കൊൽമാർ നൽകുന്നു. അബ്ദുറഹ്മാൻ DO, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മുഹമ്മദ് ഹാജി കുതുമ്പലത്തിൽ സർക്കിൾ പ്രസിഡന്റ് നൽകുന്നു. ഹസൈനാർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഹുസൈനാർ പാത്തൂരിന്, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇബ്രാഹിം ഹാജി ബുൽമാർ നൽകുന്നു. ഷമീർ ഹാജി, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഉമർ സക്കാഫി സാഹിബ് നൽകുന്നു. ഷെരീഫ് മുസ്ലിയാർ ബുൽമാർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്.